ഹലോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു ഉരുളി നിറച്ച് ബീഫ് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. നാളെ നമ്മുടെ വീടിൻ്റെ അവിടെ ഉത്സവമാണ്. ഭയങ്കര വലിയ ഉത്സവമാണ്. അപ്പോൾ ജാതി മതഭേദമന്യേ നാട്ടുകാരെല്ലാവരും ഈ ഉത്സവം ആഘോഷിക്കും കേട്ടോ. അപ്പോൾ വേറെ എവിടെയല്ല സ്ഥലം, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മാള എന്ന സ്ഥലത്തിനടുത്ത് കൊമ്പുടിഞ്ഞാമക്കലിൻ്റെ അവിടെ തുമ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ അയ്യപ്പങ്കാവ് അമ്പലത്തിലാണ് ഉത്സവം. ഭയങ്കര നാട്ടുകാർക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക, ഓണത്തിനേക്കാളും വിഷുവിനേക്കാളൊക്കെ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ഈ ഉത്സവമാണെന്ന് തോന്നുന്നുണ്ട്. നാളെ നമുക്ക് കാവടിയാട്ടമൊക്കെ കാണാൻ പോകേണ്ട കാരണം പിള്ളേരൊക്കെ ഉള്ള കാരണം അത്ര നേരത്തെ ഒന്നും റെഡി ആവില്ല. ഇതൊക്കെ പതുക്കെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റിലൊക്കെ വേഗം വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് കാരണമാണ് ഇന്ന് വൈകുന്നേരം വെച്ചേക്കുന്നത്. പിന്നെ തലേ ദിവസത്തെ ബീഫ് കഴിക്കാനല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിറ്റേ ദിവസത്തേക്ക് ഇരിക്കുന്നവരാണ് ബീഫിൻ്റെ ടേസ്റ്റ് കൂടാം. ഏകദേശം നമ്മുടെ കൂർക്കഞ്ചേരി കാവടിയൊക്കെ അത്രയും വരും കേട്ടോ നമ്മുടെ ഈ ഒരു ഉത്സവം. ഒരു 7 സെറ്റൊക്കെ കാവടിയും ആനയും കുടമാറ്റം കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ അമ്മയുടെ കാലത്ത് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായി വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട്. ഇനി ഇത് കുറച്ച് മുകളിൽ നിന്ന് എടുത്ത് പാത്രത്തിൽ ഒഴിച്ച് ആവി കയറ്റാണ് ചെയ്യുക. അപ്പോൾ ബാക്കി ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി വെന്ത് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി കമൻറ്റ് അറിയിക്കാം. പിന്നെ പോർക്കിന് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇതിന് ചെറിയ കഷ്ണങ്ങളാക്കി അവിടെ കൂർക്കൊക്കെ നന്നാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ പോർക്കും കൂർക്കയും കൂടി വെക്കാനാട്ടോ. പിന്നെ അമ്മയുടെ ഫേവറേറ്റ് സാധനമാണ് പച്ചപ്പയർ. അപ്പോൾ ഉത്സവം പ്രമാണിച്ച് പച്ചപ്പയറും കായും ഉപ്പേരി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിന് തലേ ദിവസം തന്നെ പയറൊക്കെ നന്നാക്കി സെറ്റാക്കി വെച്ചേക്കണം. അപ്പോൾ സമയം ലാഭത്തിന് വേണ്ടിയാട്ടോ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളൊരു സാമ്പാർ വെക്കുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് അച്ചാറുകൾ ഇരിക്കുന്നുണ്ട്. പിന്നെ സർലാസ് ഉണ്ടാക്കും. അത്രയ്ക്കൊക്കെ ഉള്ളൂ നമ്മുടെ കറി വിഭവങ്ങൾ കേട്ടോ. പിന്നെ ഉണ്ണിയപ്പം മേമ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മേമ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വട്ടയപ്പം അങ്ങോട്ട് ഷെയർ ചെയ്ത് ഉണ്ണിയപ്പം ഇങ്ങോട്ട് കൊണ്ടുവരും. ഒരു ബാർട്ടർ സിസ്റ്റം പോലെ കേട്ടോ. ഇപ്പോൾ സമയം ഒരു 10:45 കേട്ടോ. അമ്മ വട്ടയപ്പൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണ്. കണ്ട നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല വെള്ള കളറും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ സൂപ്പർ മധുരമായിട്ടും വന്നിട്ടുണ്ട്. ഇതേവരെ ഉണ്ടാക്കിയാൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ടേസ്റ്റിൽ വരുന്നത് കേട്ടോ. എപ്പോഴെങ്കിലും ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.